നമ്മുടെ സഹോദരിമാരൊക്കെ സ്ഥിരമായി പെടുന്ന ഒരു സംഗതി ഉണ്ട്, മദ്ഹ് ഇഷ്ക് എന്നും പറഞ്ഞിട്ട്. മദ്ഹ് ഇഷ്ക്, ആഷിക്കാത്തുകളുടെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾ, അതിലിങ്ങനെ ഇഷ്കിൻ്റെ കവിതകൾ ഇട്ടുകൊണ്ടിരിക്കുക, പാട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുക, അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക, കുറേയൊക്കെ അവരെന്നെ പാടിയിട്ട് അവതരിപ്പിക്കുക. ഇഷ്ക് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ്റെ വിവാഹകാലത്ത് എല്ലാവരുടെയും കൽബ് പൊട്ടിപ്പോയിരിക്കുക, ആഷിക്കാത്തുകളുടെ. അന്ന് അവരുടെ സ്റ്റാറ്റസിലൊക്കെ അതായിരുന്നു, ഇന്ന് ആയിരക്കണക്കിന് ആഷിക്കാത്തുകളുടെ ഹൃദയം പൊട്ടുന്ന ദിവസമാണ്. സ്റ്റാറ്റസ് അതായിരുന്നു. എന്ത് തേങ്ങാക്കൊല! മദ്ഹ് പാടുന്ന ഏതോ ഒരു സാധു മനുഷ്യൻ കല്യാണം കഴിക്കുമ്പോൾ ആഷിക്കാത്തുകളുടെ ഹൃദയം പൊട്ടുക. മംദൂഹല്ലായിരുന്നു പ്രധാനം, അല്ലാഹുവിൻ്റെ ഹബീബോരാകുന്ന മദീനത്തെ രാജാവല്ലായിരുന്നു പ്രധാനം. ഓരെക്കുറിച്ച് പാടുന്ന ആളെ കണ്ട് ആശ്രയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചില സ്ത്രീകൾ വൃത്തികെട്ട കമാൻഡ് എഴുതി അങ്ങയോടൊപ്പം ജീവിക്കണം എന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, കൊതിച്ചത് നടക്കൂലല്ലോ, വിധിച്ചതല്ലേ നടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല നല്ല കാര്യങ്ങളെ പേരിൽ നമ്മൾ പഴച്ചു പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ഇഷ്കിൻ്റെ പേരിലാണെങ്കിലും, ബുർദയുടെയും മദ്ഹിൻ്റെയും പേരിലാണെങ്കിലും, കാലിഗ്രഫിയുടെ പേരിലാണെങ്കിലും. ഒരു നല്ല കാര്യമൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാലിഗ്രഫി ഗ്രൂപ്പുകൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവതികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാലിഗ്രഫി ഗ്രൂപ്പ്, എന്നിട്ട് അള്ളാഹു മുഹമ്മദ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ഉള്ളത് കോലം തെറ്റിച്ച് എഴുതുക, അത് ഫോട്ടോ എടുത്തിട്ട് അവരുടെ ഗ്രൂപ്പിലിടുക, എന്നിട്ട് എല്ലാവരും കൂടെ അതിൻ്റെ പിറകെ കൂടെ മാനവിധങ്ങൾ മിന്നാജുണ്ടാക്കിയ പോലെ എല്ലാവരും അതിൻ്റെ പുറകെ നീ നല്ല രസമുണ്ട്, നിൻ്റെത് നല്ല ഉഷാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഉദ്ദേശിക്കണേ നിൻ്റെത് എന്താന്ന് റബ്ബിനറിയാം. എന്നിട്ട് അഭിനന്ദനങ്ങൾ PM-ലേക്ക് പോവുക. ഗ്രൂപ്പിൽ അഭിനന്ദിച്ചിട്ടുണ്ട്, നിവൃത്തി പോരായിട്ട് ഈ പെണ്ണിൻ്റെ വ്യക്തി നമ്പറിലേക്ക് അഭിനന്ദനം പോവുക. 2, 3, 4 പ്രാവശ്യം അഭിനന്ദനാകുമ്പോഴേക്ക് പിന്നീട് ഈ ജാതി മെസ്സേജുകളുടെ കോലം മാറുക. നന്മയുടെ പേരിൽ പറ്റിക്കപ്പെടുന്നതാണ്. മാപ്പിളപ്പാട്ടുകൾ നല്ലൊരു അർത്ഥമുള്ള കാലം ഉണ്ടായിരുന്നു. കെട്ടുകൾ 3 കെട്ടി എന്നും പറഞ്ഞിട്ട് എരഞ്ഞോളി മൂസാക്ക പാട്ടുപാടിയപ്പോൾ കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. മേനി മറക്കാത്ത പെൺകുടിയെ നിൻ കൽബിനുള്ളിൽ എന്താണ് എന്നുള്ള പാട്ടിറങ്ങിയപ്പോൾ പെൺകുട്ടികൾക്ക് തട്ടമിടണമെന്ന ബോധത്തിലേക്ക് എത്തിയിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് കൽബും കുൽബും ഇഷ്കും പ്രണയവും പൂവും കായും വിഭക്തി മലയാളമായാൽ കവിതയാകുന്ന ഒരു കാലം വന്നു. ആ കവിത കേട്ട് തരിച്ചിരുന്നു നമ്മുടെ സ്ത്രീരത്നങ്ങൾ. കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ആ കവിതക്കാരൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നത് പോലെ വിവിധ സെലിബ്രിറ്റികളെയും മോഡലുകളെയും കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് പ്രണയം പൂത്തുലയുന്ന ഒരു കവിതാലോകം സൃഷ്ടിക്കപ്പെട്ടു. ഏത് കവിതയും വൃത്തികെട്ടതായി മാറി. പലവട്ടം ആലോചിച്ചിട്ട് ഒരു വട്ടം ഞാൻ ചോദിച്ചു എന്നും പറഞ്ഞിട്ട് കവി വന്നു. ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരുമോനി സാബിറ എന്ന് മറ്റൊരുത്തം പാടി. ഇതിലേറെ വൃത്തികെട്ട കുറേ സംഗതികൾ കവിതയായി വന്നു, മാപ്പിളപ്പാട്ടായിട്ട് വന്നു. ഇതെല്ലാം കേട്ട് ധരിച്ചിരുന്നു. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മോൾ ഫാത്തിമ ബീവിയുടെ പേരും പറഞ്ഞൊരു കവിത വന്നു. ഒരു മാപ്പിളപ്പാട്ടിറങ്ങി. 2 ആഴ്ച കൊണ്ട് 25,000 CD. ആ CD കാലത്ത് അത് വിറ്റുപോയി. 2 ആഴ്ച കൊണ്ട് 25,000 CD. എന്തായിരുന്നു ആ കവിത കൊടുത്ത പ്രമേയം? എന്തായിരുന്നു ആ മാപ്പിളപ്പാട്ട് നൽകിയ പ്രമേയം? ഔദ്യോഗികമായി നിക്കാഹ് നടക്കുന്നിടത്ത് പെണ്ണിനെ പിയാനോ വായിച്ചു പോയിട്ട് ചാടിച്ചു കൊണ്ടുവരണമെന്ന്. കാമിനിയുടെ കല്യാണം നടന്നാൽ പോലും വെറുതെ വിടാൻ പാട്ടുകാരൻ ഒരിക്കലായിരുന്നു. അവിടെ മഴ പെയ്യാറുണ്ടോ എന്ന് ചോദിച്ചവൻ ഇറങ്ങി. അവൻ്റെ ആളെ കെട്ടിച്ചു വിട്ടു. എന്നാലെങ്കിലും അതിമൊന്നൊരു ബന്ധം മാറണ്ടേ? ഇല്ല, അവളെ നൊസ്റ്റാൾജി അടുപ്പിക്കുകയാണ്. ഇറക്കി കൊണ്ടുവരണം. അവിടെ മഴ പെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട്. നമ്മൾ 2 പേരും മഴ പെയ്യുമ്പോൾ ഇടവഴിയിൽ ഒരു കുടയിൽ നിന്നത് ഓർമ്മയുണ്ടോന്ന്. ഈ പാട്ട് വ്യാപകമായി സമാനമായ രീതിയിൽ, സമാന്തരമായ രീതിയിൽ മുസ്ലിം പെൺകുട്ടിയെ എങ്ങനെയെങ്കിലുമൊക്കെ ചാടിച്ചു കൊണ്ടുപോയി നന്നായിട്ട് ജീവിക്കുന്ന വിധത്തിലേക്ക് ന്യൂജൻ സിനിമകൾ രൂപപ്പെട്ടു. അതോടുകൂടെ ഈ സൊസൈറ്റിയിൽ ആരൊക്കെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് നമ്മളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചാലും വ്യാപകമായി മുസ്ലിം സ്ത്രീകൾ അന്യമതക്കാരോടൊപ്പം സ്വന്തം മതക്കാരോടൊപ്പവും ചാടിപ്പോയിക്കൊണ്ടിരുന്നു. ഭർത്തൃമതികൾ പോലും സ്വന്തം മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട്, പലരും കൊല ചെയ്തുകൊണ്ട്, ചില ആളുകളൊക്കെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോയി.
ഇവൾക്ക് വേണ്ടി 16-17 മണിക്കൂർ സൂപ്പർ മാർക്കറ്റിൽ ഗൾഫിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ മറന്നുപോയി. എല്ലാം അവർ തീരുമാനിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മതം, വേദം, റസൂൽ, അള്ളാഹു, ഗുരു, മാതാപിതാക്കൾ ഒന്നും അവർക്ക് സ്വീകാര്യരല്ലാതെ ആയിത്തീർന്നു. എന്നിട്ടോ താൻ തോന്നിത്തത്തിന് ജീവിച്ചു. എൻ്റെ ശരീരം ഞാൻ നിയന്ത്രിക്കുമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിച്ചു. കീറിപ്പറിഞ്ഞ ഒട്ടിപ്പിടിച്ച പാൻസുകളും ട്രൗസറുമായി പെൺകുട്ടികൾ പുറത്തിറങ്ങി. കൈയില്ലാത്ത ടീഷർട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമായി. അത് കഷ്ടിച്ചൂരയുടെ അടുത്തേക്ക് എത്താനേ പാടുള്ളൂ, താഴേക്ക് വരാൻ പാടില്ല. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് റബ്ബിനെ ഓർക്കാതെ, പരലോകത്തെ ഓർക്കാതെ, ഈ ജീവിതം ഓരോ നിമിഷവും അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ബോധമില്ലാതെ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ സൂക്തം പോലും ആ ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഒരിക്കലും വിചാരിക്കാതെ, സൂറത്തുൽ ബഖറയുടെ 251-ാമത്തെ വാക്യം അതാണ് ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ചത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം, ആ ദിവസത്തെ സൂക്ഷിക്കണം. ഈ ഒരു ബോധമില്ലാതെ വൃത്തികെട്ട രീതിയിൽ ജീവിക്കാൻ യാതൊരു നാണവും മടിയുമില്ലാത്ത വിധം സമൂഹം മാറിപ്പോയി. അതിൻ്റെ ഭാഗമായി ഇന്നത് ഉപയോഗിക്കണം എന്നില്ലാതെ വന്നു. മയക്കുമരുന്നുകളും വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളും വ്യാപിച്ചു വന്നു. മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായൊരു ഡി അഡിഷൻ സെൻറ്റർ തിരൂരിലുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നടത്തിയൊരു പ്രഭാഷണത്തിൽ നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ വിശേഷിച്ചും മയക്കുമരുന്നിലേക്ക് പുതിയതായി കയറി വരുന്നവർ യുവതികളാണെന്നും പെൺകുട്ടികളാണെന്നും അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞു. മയക്കുമരുന്നിനെ കുറിച്ചുള്ള വർത്തമാനം, പ്രഭാഷണം, അതിൻ്റെ ദൂഷ്യതകൾ പണ്ടൊക്കെ ഫ്രീക്കന്മാരെന്ന് പറയുന്ന ടീമിനോട് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നത് പോരാ. അന്യന്യ കോളേജുകളിൽ പഠിക്കുന്ന, വിവിധ ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന, പലപ്പോഴും നമ്മുടെ വീടകങ്ങളിൽ തന്നെ ജീവിക്കുന്ന പെൺകുട്ടികളൊക്കെ വിളിച്ചിരുത്തിയിട്ട് മയക്കുമരുന്നിനെ കുറ്റി പ്രഭാഷണം നടത്തേണ്ട വിധത്തിലേക്ക് സാഹചര്യം മാറി. ഇപ്പൊ കൂടുതലായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണെന്ന് കടന്നു വരുന്നത്, പുതിയതായിട്ട് കൂടുതൽ ആളുകൾ കടന്നു വരുന്നത് പെൺകുട്ടികളാണ്. 11 ഇനം മയക്കുമരുന്നുകളാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നത് എവിടെയെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടെ ഞാനും കേട്ടതാണ് വാർത്ത. നിങ്ങളുടെ നാട്ടിൽ നിന്ന് MDMA പിടിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച്. നോക്കുമ്പോൾ ഇതൊരു മെട്രോ സിറ്റി ആണോ? അല്ല. ഇത് ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് ആണോ? അല്ല. 25,000-ത്തിലധികം വേശ്യകൾ, സെക്സ് വർക്കേഴ്സ് എന്നൊക്കെയാണ് അവരുടെ ഡെക്കറേഷൻ പേര്. ഉള്ളതുള്ളോണം പറഞ്ഞാൽ വേശ്യകൾ, ജോലി ചെയ്യാന്നും പറഞ്ഞിട്ട് വേശ്യപ്പണി നടത്തുന്ന പശ്ചിമ ബംഗാളിലെ സോണഗച്ചിയാണോ ഇത്? അല്ല. ഏതെങ്കിലും മെട്രോ സിറ്റിയാണോ? അല്ല. ഒരു കുഗ്രാമം. കാറോടിച്ച് ഞാൻ തോറ്റു. എത്തി ഈ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സ്വച്ഛന്തതയും നിലനിൽക്കുന്ന ഒരു നാട്. ഇവിടുന്ന് പൊക്കിക്കൊണ്ടുപോവാണ് MDMA ആളുകളെ. ഇത് നിങ്ങളുടെ നാടിൻ്റെ പ്രശ്നമല്ല, എല്ലാ നാടിൻ്റെയും പുതിയ കാല വിശേഷണമാണ്. ഈ സാധനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന, ഔദ്യോഗികമായി പഠനം നടത്തിയ ഡോക്ടർമാർക്ക് പോലും, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ഇതിൻ്റെ പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അത്രമേൽ വൃത്തികെട്ട മാരകമായൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഇത്തരം ആത്മീയ വേദികൾ? നമ്മൾ ഉറക്കെ ചിന്തിക്കണം. എനിക്കത് കൂടുതൽ വിശദീകരിക്കാനുണ്ട്, പക്ഷേ അത് മാത്രം പോരാ എന്നുള്ളത് കൊണ്ട് ഞാൻ വേഗം ആ രംഗത്തുനിന്ന് പോരും. 3 വർഷത്തിനിടക്ക് MDMA ഉപയോഗിക്കുന്ന ഒരുത്തൻ മരണപ്പെടുമെന്നാണ് കണക്ക്. വല്ലാതെ പോയാൽ 7 വർഷം. MDMA തുടങ്ങിയിട്ട് 7-ാം വർഷത്തിൽ ആള് ഭൂലോകത്തുണ്ടാവില്ല. ഇതാണ് ഔദ്യോഗിക കണക്ക്. ഇതാണ് മെഡിക്കൽ രംഗത്തുള്ളവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. നമ്മളൊക്കെ പുസ്തകം വായിച്ച പരിചയമാണ്. നേരെ മറിച്ച് 5 വർഷം MBBS-ഉം പിന്നെ 1.5 വർഷം ഹൗസ് സർജനും, അത് കഴിഞ്ഞിട്ട് പിന്നീട് പുതിയ എൻട്രൻസും, അത് കഴിഞ്ഞിട്ട് MD-യും ഒക്കെ കഴിഞ്ഞ മെഡിക്കൽ രംഗത്ത് നമുക്കൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് മാതൃക പറഞ്ഞു തരേണ്ടവർ പോലും ഈ മാരകമായ മയക്കുമരുന്നുകൾക്ക് അഡിക്റ്റുകളാകുന്നു. കേരളത്തിലെ പ്രസിദ്ധമായൊരു മെഡിക്കൽ കോളേജ് എന്നൊരു ഡോക്ടർ MDMA പിടികൂടി. അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞത്, എന്നിൽ നിന്ന് ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്ന 17 ഡോക്ടർമാർ കൂടെ ഈ കെട്ടിടത്തിലുണ്ട്. അയാളിൽ നിന്ന് മാത്രം
ആ സ്രോതസ്സിൽ നിന്ന് മയക്കുമരുന്ന് മേടിച്ച് ഉപയോഗപ്പെടുത്തുന്ന 17 പേർ, അയാളടക്കം 18 പേർ. സമൂഹത്തെ നമ്മൾ എങ്ങനെയാണ് ഇനി മനസ്സിലാക്കേണ്ടത്? ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? മെഡിക്കൽ കോളേജിലെ ജോലി തിരക്കുകളിൽ നിന്ന് മനസ്സിന് നല്ല ആശ്വാസം കിട്ടുമത്ര ഇതുപയോഗിച്ചാൽ. അയാളുടെ ഭാഷ്യമാണ്, എൻ്റേതല്ല. ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് രോഗിനെ പരിശോധിക്കുന്നവർ നിർണ്ണയിക്കുന്ന ട്രീറ്റ്മെൻറ്റ് എത്ര വിശ്വസിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും? അവർ സർജറി പറഞ്ഞ കേസ് ഏതെങ്കിലും ടാബ് കഴിച്ചാൽ മാറുമായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നമ്മൾ ആലോചിച്ച് നോക്ക്. വല്ലാത്തൊരു കുരുത്തം കെട്ട തലകുത്തനെ നിൽക്കുന്ന ലോകത്തേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡോക്ടറെ വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം അംഗീകരിക്കുന്നു, ഒരു മറുചോദ്യം പോലും ഇല്ലാതെ അദ്ദേഹം നൽകിയ എല്ലാ മരുന്നും ട്രീറ്റ്മെൻറ്റും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഇനി എങ്ങനെ സാധിക്കും? സിസേറിയൻ കഴിഞ്ഞ പെണ്ണ് 9 മാസം കഠിനമായ വേദനയുമായി നടന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു, പെയിൻ കില്ലറുകൾ കൊടുക്കും, കുടിക്കുമ്പോൾ ഇത്തിരി സമാധാനം ഉണ്ടാകും. ഒരു ദിവസം ആ പെണ്ണിന് നന്നായിട്ട് വയറിന് വേദന വന്നു. എങ്ങനെയൊക്കെ കടിച്ചമർത്തി ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ കത്രിക പുറത്തേക്ക് തുറിച്ചു വന്നു. 9 മാസം മുന്നേ സിസേറിയൻ നടത്തിയപ്പോൾ അതിനകത്ത് മറന്നു വെച്ച് തുന്നിക്കൂട്ടിയ സാധനം. ആ പരിപാടി ചെയ്ത ഡോക്ടർ മങ്കൂറിനെ അടിച്ചിരുന്നു എന്ന് എനിക്ക് വാദമൊന്നുമില്ല. പക്ഷെ എങ്ങനെ ഇവരെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഒരു അധ്യാപകനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അയൽവാസിയാകുന്ന നമ്മളോട് എല്ലാ വിഷയത്തിലും ബന്ധപ്പെട്ട് സഹോദരനെ പോലെ ജീവിക്കുന്നവനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കഴിഞ്ഞ ആഴ്ചയിലാണ് അങ്ങനത്തെ ഒരുത്തൻ 6 വയസ്സുള്ള അയൽവാസി കുട്ടിയെ സെക്സൽ ഹറാസ്മെന്റിന് വിധേയനാക്കാൻ ശ്രമിക്കുന്നത്, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കാൻ ശ്രമിക്കുന്നത്. ആ കുട്ടി എതിർത്തു. ഇവൻ ഡ്രസ്സ് അയക്കാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടി അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. 6 വയസ്സു മാത്രമുള്ള കുട്ടി. ഈ ചങ്ങാതി എന്ത് ചെയ്തു? എട്ടാന്നും ചോദിച്ച് എട്ടാന്നും വിളിച്ച് എപ്പോഴും ഇവനോടൊപ്പം നടക്കുന്ന, ഇവനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പാവപ്പെട്ട മോനെ ഈ ചെറുപ്പക്കാരൻ വെള്ളത്തിൽ മുക്കിക്കൊന്നു. 3 പ്രാവശ്യം ആ കുട്ടി രക്ഷപ്പെടാൻ കുതറി മാറി നീന്തി വരുന്നുണ്ട്. ആ സമയത്തൊക്കെ 24-കാരൻ്റെ ദൃഢമായ കാലുകൊണ്ട് ആ കുട്ടിയെ വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തുന്നുണ്ട്. ആ കുട്ടി പടഞ്ഞു മരിക്കുന്നത് അവൻ ആസ്വദിക്കുന്നുണ്ട്. ആരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പോകണ്ടേ, മദ്രസയിൽ പോകണ്ടേ, പുറത്തിറങ്ങണ്ടേ? നമ്മുടെ പെൺകുട്ടികൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരില്ലേ? ആരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധ സംവിധാനങ്ങളും വിവിധ രീതിയിലുള്ള ഈ സംഘടനകളും മുന്നിൽ നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ കൗതുകം. മതം വേണ്ട, അള്ളാഹു വേണ്ട, റസൂല് വേണ്ട എന്നൊക്കെ പറയുന്ന കുറേ ടീംസ് ഉണ്ട്. അവരെല്ലാവരും കൂടെ 15 കൊല്ലം വർക്ക് ചെയ്തപ്പോൾ നേരാവണ്ണം കൃത്യമായി കണക്ക് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രസിദ്ധനാകുന്ന നേതാവ് ലണ്ടനുകാരനാകുന്ന റിച്ചാർഡ് ഡോക്കിൻസ്, അയാളുടെ ദി ഗോഡ് ഡെലൂഷൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, ദൈവത്തിൻ്റെ വിഭ്രാന്തികൾ. ഈ പുസ്തകം നാസ്തികനായ ദൈവം എന്ന പേരിൽ നമ്മുടെ നാട്ടിലുള്ള രവിചന്ദ്രൻ സി എന്ന് പറയുന്ന മനുഷ്യൻ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു 2009-ൽ. 2010-ൽ അദ്ദേഹം ഇതിൻ്റെ പ്രചാരണാർത്ഥം ശാസ്ത്ര കോൺഫറൻസുകളെന്നും പറഞ്ഞ് ജില്ലകൾ തോറും യാത്ര നടത്തി. കുറേ ആളുകളൊക്കെ അയാൾക്ക് കിട്ടി. മതം കുത്തഴിഞ്ഞ ജീവിതത്തിന് തടസ്സമാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പണ്ടും പള്ളിയിൽ പോകുന്നത് അവർക്ക് വലിയ ഉറപ്പാണ്. ദീനി സംരംഭങ്ങളിലൊന്നും ഉണ്ടാവില്ല. ജുമഅക്ക് പോലും പള്ളി മുടക്കുന്നവർ. ഇത്തരം ആളുകൾക്കൊക്കെ ഒരു കോർഡിനേഷനായി. അങ്ങനെ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് 2010, ഇപ്പം 2025, 15 വർഷം. ഈ 15 വർഷം നാസ്തികർ കേരളത്തിൽ സൃഷ്ടിച്ച മനോഹരമായ കുറേ ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാത്രം 67 ആളുകൾ ഈ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു. ജനുവരി ഫെബ്രുവരി മാത്രം 67 ആളുകൾ. അതിൽ പകുതിയോളം ഗാർഹികമായി കൊല ചെയ്യപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് സഹോദരനോ ബന്ധുവോ ജ്യേഷ്ഠനോ വാപ്പയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ കൊന്നവർ. മദ്യത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല. മയക്കുമരുന്നിൻ്റെ വ്യാപകമായ അഡിക്റ്റുകളായ കുട്ടികൾ, ചെറിയ മക്കൾ പോലും. ഇത്തരം മാരകമായ സംഗതികൾ അവർക്ക് ലഭ്യമാവുന്നില്ലെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന ഒരു പശ അവർ ഉപയോഗപ്പെടുത്തും. ആ പശയുടെ സൂചന പോലും ഞാൻ നൽകില്ല, അവിടെ മാത്രം ഞാൻ നിർത്തുകയാണ്.
ആ പശ പ്ലാസ്റ്റിക് കവറിലേക്ക് ഇറ്റിച്ച് അത് ഉരസി ചൂടാക്കി മുഖത്തിങ്ങനെ വെച്ച് അതിൻ്റെ സ്മെല്ല് ആസ്വദിച്ച് അവരങ്ങനെ മയങ്ങിപ്പോകും 7-8 മണിക്കൂറുകൾ. ഹാർട്ട് തകരുന്നത് വിഷയമല്ല, ഹാർട്ട് തകരുന്നത് അവർക്ക് വിഷയമേ അല്ല. മദ്യപിക്കും അവർ. മദ്യത്തിൻ്റെ കണ്ണ് കലക്കുന്ന ഒരു സ്വഭാവമുണ്ട്, കണ്ണ് ചുവന്നു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടി നല്ല ശക്തമായ ഐ ഡ്രോപ്സുകൾ 6-7 തുള്ളി പലവട്ടം മിറ്റിച്ചിറ്റിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് കണ്ണിൻ്റെ ചുമപ്പ് പക്ക വെള്ളയാക്കി അവർ മാറ്റും. സ്കൂളിൽ പോകുന്ന കുഞ്ഞിൻ്റെ ബാഗ് പരിശോധിക്കുക, ഐ ഡ്രോപ്സ് കണ്ണിലിറ്റിക്കുന്ന മരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അസുഖം തുടങ്ങിയിട്ടുണ്ട് എന്ന്. സ്മെല്ലടിക്കൂല. വിവിധ മൗത്ത് വാഷ് വെച്ചവർ കഴുകി ശരിയാക്കും. എന്നിട്ട് നല്ല സ്മെല്ലുള്ള ചുയിങ്കവും ചവച്ചുകൊണ്ട് വരും. ഉള്ളിൽ എന്ത് പോയി എന്നുള്ളത് അറിയാനൊരു മാർഗം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം അവനോടൊപ്പം ഇത്തിരി നേരം ഇരുന്ന് സംസാരിക്കുക എന്നാണ്. വാപ്പാക്കും ഉമ്മാക്കും അതിന് ഒഴിവില്ല. ഉമ്മാൻ്റെ ഫോണിൽ, വാപ്പാൻ്റെ ഫോണിൽ. രണ്ടാളും വേറെ ഏതോ ലോകത്താണ്. നമ്മുടെ മക്കളോടൊപ്പം രാത്രി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധം പറയുകയും അത് നടപ്പിലാക്കാൻ തൻ്റെ ഇടം കാണിക്കുകയും ചെയ്യുന്ന എത്ര വാപ്പാരി സഹസിലുണ്ടാവുമെന്ന് ഞാൻ ചോദിക്കാൻ തൽക്കാലം വിചാരിക്കണില്ല. പേടിച്ചു. ഓൻ്റെ ഇഷ്ടത്തിന് വരുന്നു, നമ്മുടെ ഇഷ്ടത്തിന് വരുന്നു. നല്ല ആചാര് നേരത്തെ പള്ളിയിൽ പോയി മഗ്‌രിബിൻ്റെ മുമ്പ് പോയി മഗ്‌രിബ് ഇശയൊക്കെ കഴിഞ്ഞ് അദ്ദാദൊക്കെ ചൊല്ലി മൂപ്പര് വരും. ചിലപ്പോൾ ഉള്ള വെള്ളം കുടിച്ചിട്ട് അയാൾ കടന്നുറങ്ങും. അല്ലെങ്കിൽ മൂപ്പരെ ഫോണിറ്റു മൂപ്പരെ കൊണ്ട് പറ്റുന്ന ആദ്യ കളിക്കൊക്കെ ഉള്ളൊരു ഫോൺ മൂപ്പരെടുത്തുണ്ടാവും. മകൻ എപ്പോൾ വരുന്നു അറിയില്ല, ആരൊക്കെ ഭക്ഷണം കഴിക്കുന്നു അറിയില്ല, എന്തുകൊണ്ടാണ് മകനെന്ന് ഭക്ഷണം കഴിക്കാത്തത് അറിയില്ല. ഈ സാധനം ആദ്യമായി ബാധിക്കുന്നത് കണ്ണിനെയാണ്. കണ്ണ് പഠിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പേപ്പറിൽ വായിക്കുന്നത് വിഷമദ്യ ദുരന്തം, 100 പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇത് ആദ്യം കണ്ണിലേക്കാണ് കയറുക. മകൻ നമ്മൾ ഉറങ്ങണതിന് മുമ്പ് വരണമെന്ന് നിഷ്ഠ പുലർത്താൻ പറ്റുന്ന പിതാവ് സിറ്റൗട്ടിലിരിക്കുമ്പോൾ മകൻ ഇങ്ങനെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകിൽ നമ്മളെ നോക്കാതെ പോകണമെങ്കിൽ അപ്പം മനസ്സിലാക്കണം എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി കയറിയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ സൂക്ഷ്മമായി ഇങ്ങനെ നോക്കും. അവൻ പോയപ്പോഴുള്ള ഒപ്പല്ലേ എന്നൊരു ഡൗട്ടുള്ളത് പോലെ. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവനിങ്ങനെ എടുക്കും ഒരു മത്തിനെ, എന്നിട്ട് അങ്ങനെ സൂക്ഷിച്ചു നോക്കും. അവൻ്റെ വിചാരം എന്തോ ഒരു ഓന്തിനെ പൊരിച്ചതാണെന്നായിരിക്കും. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കണം അവൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 11 തരം മയക്കുമരുന്നിൽ എന്തെങ്കിലും ഒന്നകപ്പെട്ടിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്. അവർക്ക് ഈ കുടിക്കണീന് വലിയ കുഴപ്പമൊന്നുമില്ല. അതാണ് ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത് സമൂഹത്തെ കള്ളിൽ ആറാട്ടണീന് ഒരു പ്രശ്നമില്ല. ഒരു ഗവൺമെൻറ്റായല്ല, എല്ലാ ഗവൺമെൻറ്റും ഈ വിഷയത്തിൽ ഒന്നിനൊന്ന് മെച്ചാണ്. ഇനി പുതിയ 729 ബാറുകൾ തുടങ്ങാൻ പോവാണല്ലേ. കേരളക്കാരുടെ കുടിമുട്ടരുത് എന്ന് കരുതിയിട്ട് പാലക്കാട് വലിയ മദ്യനിർമ്മാണ ഫാക്ടറി നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. ആരും കുടിമുട്ടരുത് എന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. എന്നിട്ട് മയക്കുമരുന്നിനെതിരെ ഭയങ്കരമായ സമരവും ഗവൺമെൻറ്റിൻ്റെ വകയുള്ള പ്രക്ഷോഭങ്ങളും പ്രചാരണങ്ങളും നടക്കുന്നു. മയക്കുന്നത് എന്തും ഒരേപോലെയാണ്. സൂറത്തുൽ മാഇദയുടെ 90-ാമത്തെ വചനം ഇന്നമൽ ഖംറ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഫഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കുന്നില്ലേ എന്ന് ചോദ്യം. അത് കേട്ടപ്പോഴാണ് മദീന തെരുവിലൂടെ അന്ന് മദ്യത്തിൻ്റെ പുഴകൾ ഒഴുകിയത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തറസൂൽ എന്നെ വിളിച്ചു, നല്ലൊരു കത്തി എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയാതെ ഞാൻ നബി തങ്ങളുടെ കൂടെ കത്തിയുമായിട്ട് ചെന്നു. വലിയ ബാരലുകളിൽ മദ്യം നിറച്ചു വെച്ചിരുന്നു കുടിമുട്ടാതിരിക്കാൻ. ഓരോന്നോരോന്ന് കുത്തിക്കീറാൻ ഹബീബായ റസൂൽ എന്നോട് പറഞ്ഞു. ഞാൻ അതൊക്കെ കുത്തിക്കീറി മദീനയുടെ ചാലുകളിലൂടെ അന്ന് മദ്യമൊഴുകി. മദ്യത്തിനൊരു കുഴപ്പമില്ലേ? അച്ഛനെന്നും കള്ളു കുടിച്ചു വരും, ഉറങ്ങുവോളം എന്നെയും അമ്മയെയും അനുജനെയും പീഡിപ്പിക്കും, തല്ലും. ഞാൻ SSLC പഠിക്കുക, അനുജൻ 8ാം ക്ലാസ്സിലും. ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റണില്ല. 1 മണി 1:30 മണിക്ക് അച്ഛൻ ഉറങ്ങുവോളം അടുത്ത വീട്ടിലെ മാവിൻ ചോട്ടിലാണ് ഞങ്ങൾ കഴിയണത്. രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് കേരളത്തിലെ പ്രസിദ്ധയായ ഒരു കവയത്രിക്ക് ഒരു പെൺകുട്ടി കത്തെഴുതി. MDMA ഉപയോഗിക്കണമെന്നല്ല ആ കുട്ടി പറഞ്ഞത്. എൻ്റെ പിതാവ് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നു എന്നല്ല, കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും ഉപയോഗിക്കുന്നു എന്നല്ല, കള്ളുടിക്കണമെന്നാണ്. അതുകൊണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങളില്ലേ? അതുകൊണ്ട് സമൂഹത്തിൽ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളില്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള നാടാണ് കേരളം. ഏറ്റവും കൂടുതൽ. തീരെ വിദ്യാഭ്യാസം എല്ലാം നമ്മൾ പരിഹസിക്കുന്ന ബീഹാറുകാരൻ
ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ 4 ഇരട്ടിയോളം കേരളക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു. 4 ഇരട്ടിയോളം. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് ഉന്നതമായ വൈറ്റ് കോളർ ജോലിയുണ്ട്, നമ്മൾ ഇനിയും അതിൻ്റെ ബാക്കി പരിപാടികളിലൂടെ മുന്നോട്ട് പോകണമുണ്ട്. പക്ഷേ ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്നു. ആത്മഹത്യയെക്കുറിച്ച് മാത്രം ഒരു പഠനം കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മുൻ പോലീസ് ഓഫീസർ സിബി മാത്യുവിൻ്റെ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകം. മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്നാണ് അയാൾ പുസ്തകത്തിന് പേരിട്ടത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതലായി ആത്മഹത്യ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മദ്യമാണെന്നാണ്. മദ്യമാണ് കുടുംബ ബന്ധം തകർക്കുന്നത്, അതാണ് ബലാത്സംഗം കൂടുതലുണ്ടാക്കുന്നത്, ആ സാധനമാണ്. പ്രാദേശികമായി കിട്ടുന്ന കുറേ സംഗതികളുണ്ട്. മങ്കുർണി, മൂലവെട്ടി, ആനമയക്കി എന്നൊക്കെ പറയണത് അത് ഗവൺമെൻറ് പിടിച്ചുകൊണ്ടുപോകും. കാര്യം അതിൻ്റെ ലാഭം അവർക്ക് കിട്ടണില്ല, നേരെ മറിച്ച് ഈ സാധനം എത്ര കുടിച്ചാലും കുഴപ്പമില്ല, കാരണം ഗവൺമെൻറ്റിന് ലാഭം കിട്ടുന്നു. ഇതല്ല സമൂഹത്തിന് വേണ്ടത്. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി വസ്തുവും ഹറാമാണെന്ന ഹബീബായ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്യം. എല്ലാ ലഹരിയും എല്ലാവിധ തിന്മയുടെയും മാതാവാണെന്ന് അവിടുത്തെ ഏറ്റവും ദാർശനികമായ വചനം. ഇത് നടപ്പാക്കുകയാണ് വേണ്ടത്. ഞാനത് മയക്കുമരുന്നിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, മദ്യത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. വേറെയുള്ള ലൈംഗിക അരാജകത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തേ? ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനക്കാർ പ്രമേയമായിട്ട് നടന്നു, പ്രചാരണം നടത്തി. ഈ ലൈംഗികത എന്നൊക്കെ പറഞ്ഞാൽ കേവലം നൈസർഗികമായൊരു വർക്കാണ്. ആരുമായിട്ട് ഈ സംഗതി നടത്താം. മതമാണ്, മതം മീൻസ് പരിശുദ്ധ ഇസ്ലാം, അതാണ് കളങ്കമേൽക്കാതെ നിലകൊള്ളുന്ന ഏകമതം. അത് സമർത്ഥിക്കേണ്ട വേദിയല്ല ഇത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. മതാണ് ഇതിനൊക്കെ വേണ്ടാവത്തീനാക്കിയത്. ലൈംഗികത, പോത്തുകൾ കണ്ടിട്ടില്ലേ? ഇന്ന പോത്തിൻ്റെ ഭാര്യയോട് മാത്രം, അങ്ങനെ കണക്കൊന്നുമില്ല. മുരിക്ക് മുരിയുടെ ഭാര്യ, കൂറ്റനാടിന് അതിൻ്റെ ഭാര്യ, പൂവൻകോഴിക്ക് അതിൻ്റെ ഭാര്യ, അങ്ങനെ കണക്കൊന്നുമില്ല. അവരൊക്കെ ആരോടും ഏത് രീതിയിലും ഇതൊക്കെ നിർവഹിക്കും. അങ്ങനെ തന്നെയാണ് മനുഷ്യനും വേണ്ടത് എന്ന്. മതമാണ് അതിന് വിലക്ക് നൽകുന്നത് എന്ന്. അതുകൊണ്ട് മതം വിടൂ, സ്വതന്ത്രരാകൂ എന്ന്. മതം വിടൂ, സ്വതന്ത്രരാകൂ. ആണിനോടൊപ്പം പോണോ? ഓക്കെ, അതിൻ്റെ പേരാ ഗേ. പെണ്ണിനോടൊപ്പം സെക്സും നടത്തി ജീവിക്കണോ? അതിൻ്റെ പേരാണ് ലെസ്ബിയൻ. എല്ലാത്തിനും കൂട്ടരുടെ സപ്പോർട്ടുണ്ട്. കേരളത്തിൽ 2 മുസ്ലിം പേരുള്ള പെൺകുട്ടികൾ ഇന്ന് ഇന്ത്യൻ ലെവലിൽ ലെസ്ബിയൻസിൻ്റെ പ്രതീകങ്ങളാണ്. എന്തുകൊണ്ട്? മുസ്ലിം. കേരളത്തിൽ വേറെയും പെൺകുട്ടികളുണ്ട്, പെണ്ണുമായിട്ട് സെക്സും നടത്തി ജീവിക്കുന്നവർ, കുടുംബ ബന്ധം എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടിടക്കണവർ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ രീതിശാസ്ത്രങ്ങളെക്കുറിച്ചൊന്നും വിസ്തരിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല.